സെനറ്റിന്റെ ഓഫ്ലൈൻ ബാച്ച് അല്ലായിരുന്നു, ഓൺലൈൻ ബാച്ചിലായിരുന്നു. മെന്റർഷിപ്പ് എനിക്ക് നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആയിരുന്നു. ഹായ് ഫ്രണ്ട്സ്, സെനിത്ത് അക്കാഡമിയുടെ സക്സസ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് കേരള PSC ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 2 തസ്തികയിൽ തൃശ്ശൂർ ജില്ലയിൽ 1ാം റാങ്ക് നേടിയ അഞ്ജുമയോടൊപ്പമാണ് ഉള്ളത്. അഞ്ജുമയുടെ കേരള PSCയുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ആദ്യ റാങ്ക് നേടുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമൊന്നുമല്ല. അപ്പോൾ അഞ്ജുമയ്ക്ക് എങ്ങനെയാണ് ഈ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് ചൂസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ വന്നത്? അതിപ്പോ +2 കഴിഞ്ഞപ്പോൾ എല്ലാവരും പ്രൊഫഷണൽ കോഴ്സായിട്ടാണ് മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഒരു പ്രൊഫഷണൽ കോഴ്സ് നോക്കിയപ്പോൾ ഈ ഒരു കോഴ്സ് വേഗം സ്ട്രൈക്കായി. പിന്നെ ഹെൽത്ത് ഇൻസ്പെക്ടർ എന്ന് കേൾക്കുമ്പോൾ ഒരു എന്തായാലും എല്ലാവരും ഒന്ന് സ്ട്രൈക്ക് ആവുന്ന കോഴ്സായ കാരണം അതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞു. അപ്പോൾ നല്ലതാണെന്ന് അറിഞ്ഞപ്പോൾ അങ്ങനെ പഠിച്ചതാണ്. ഓക്കെ, അഞ്ജുമ നമ്മുടെ സെനിത്ത് അക്കാഡമിയിലേക്ക് വന്നപ്പോൾ എന്താണ് അഞ്ജുമയ്ക്ക് ഒരു പ്രത്യേകത എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടാവുമല്ലോ? അപ്പം ഇതുവരെ പഠിച്ചതിൽ നിന്ന് ഈ ഒരു കോച്ചിങ് ക്ലാസ്സിലേക്ക് വന്നപ്പോൾ എന്താണ് ഒരു വ്യത്യാസം തോന്നിയത്? അത് ഇപ്പോൾ നമ്മൾ DHIC പഠിക്കുകയാണെങ്കിൽ അതൊരു ചെറിയ പാർക്ക് ബേസിലാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷെ നമ്മൾ PSC ബേസിൽ പഠിക്കുമ്പോൾ നമുക്ക് വൈഡ് ആയിട്ടുള്ള സിലബസ് ആണ്, ഒരുപാട് കാര്യങ്ങൾ കവർ ചെയ്യണം. അപ്പോൾ ഞാൻ സെനറ്റിൻ്റെ ഓഫ്ലൈൻ ബാച്ച് അല്ലായിരുന്നു, ഓൺലൈൻ ബാച്ചിലായിരുന്നു. അപ്പോൾ എനിക്ക് ലൈവ് സെക്ഷൻസ് ഒക്കെ ഇപ്പോൾ ലൈവിനെ കയറാൻ പറ്റിയില്ലെങ്കിലും റെക്കോർഡ് ക്ലാസ്സസ് ഒക്കെ ആയാലും അത് നന്നായി ഹെൽപ്ഫുള്ളായിരുന്നു. അപ്പോൾ സിലബസൊക്കെ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ക്ലാസ്സസിൻ്റെ ഒപ്പം തന്നെ കവറായി പോകുന്നുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാ പോർഷൻസും നമുക്ക് ലൈവ് സെക്ഷൻസിൽ തന്നെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം നമ്മുടെ ക്ലാസ്സസ് എടുക്കുന്ന കൂടുതൽ ഫാക്കൽറ്റീസും ഡോക്ടേഴ്സ് ആണല്ലോ. അപ്പം സാധാരണ ഒരു ക്ലാസ് കേൾക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്താണ് തോന്നിയത്? ഇപ്പോൾ അല്ലമീൻ സാറിൻ്റെ ഒരു ക്ലാസ് ആണെങ്കിൽ നമ്മൾ സ്റ്റുഡൻസ് ആയിരിക്കും എന്തായാലും ആക്റ്റീവായിട്ട് ഇരിക്കുന്ന ടൈപ്പുള്ള ക്ലാസ് ആയിരുന്നു. പിന്നെ നമ്മളെ ക്ലാസ്സിൽ തന്നെ പോർഷൻസ് ഒക്കെ കവർ ചെയ്ത് നമ്മളപ്പം തന്നെ പഠിച്ചു പോണ ഒരു ടൈപ്പ് തന്നെയായിരുന്നു. അത് കാരണം ക്ലാസ് കാണാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അതായിരുന്നു കൂടുതൽ സ്ട്രൈക്കിംഗ് എന്ന് പറഞ്ഞാൽ. കൂടുതലായിട്ട് അതാണ് നല്ലതായിട്ട് തോന്നി. അഞ്ജുമയുടെ ഒരു കേസ് പറയുകയാണെങ്കിൽ, ഞാനൊരു കോർഡിനേറ്റർ എന്ന നിലയ്ക്ക് ഫസ്റ്റ് കണ്ട ടൈമിൽ തൊട്ടേ ആൾക്ക് നല്ല ടെൻസ്ഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഉള്ള ആളായിരുന്നു. അപ്പോൾ പല ടൈമിലും ഈ പരീക്ഷാ പേടി, എങ്ങനെ അത് ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യും, എന്താകും റാങ്ക് കിട്ടുമോ എന്നുള്ളൊരു പേടിയുള്ളൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു അഞ്ജുമ. അപ്പം ഒരു കോർഡിനേറ്റർ എന്ന നിലയിൽ ഒരു മെൻറ്റർഷിപ്പ് സപ്പോർട്ട് ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് എങ്ങനെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും? അതെന്തായാലും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം എനിക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞാൻ ഏത് ടൈം ചോദിച്ചാലും അപ്പം തന്നെ എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ റിപ്ലൈ കിട്ടാറുണ്ടായിരുന്നു. പിന്നെ ഇപ്പം നമ്മൾ ഡൗട്ട് ചോദിക്കുമ്പോഴായാലും അതെ, നമുക്ക് ഓപ്പൺ ആയിട്ട് ഫ്രീ ആയിട്ട് ചോദിക്കാനുള്ളൊരു ഇത് വേണമല്ലോ. അപ്പോൾ എനിക്കത് കറക്റ്റായിട്ട് എന്ത് ഓപ്പണായി ചോദിക്കാം. ഇപ്പോൾ ഡൗട്ട് ക്ലിയർ ആയില്ലെങ്കിലും നമ്മൾ ഒരു വട്ടം പേടിച്ചിട്ടായാലും നമ്മൾ ക്ലിയർ ആയി എന്ന് പറയണേക്കോളും നല്ലത് ക്ലിയർ ആയില്ലെങ്കിൽ ക്ലിയർ ആയില്ല എന്ന് തന്നെ പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മെൻറ്റർഷിപ്പ് എനിക്ക് നല്ല രീതിയിൽ ഹെൽപ്ഫുള്ളായിരുന്നു. കാരണം ഏത് ടൈമിൽ ചോദിച്ചാലും എനിക്ക് അപ്പം തന്നെ റിപ്ലൈസ് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു ഫീഡ്ബാക്ക് ബേസ്ഡ് ക്ലാസ്സസ് ആയിരുന്നല്ലോ അഞ്ജുമ അറ്റൻഡ് ചെയ്തതെന്ന് പറയുമ്പം ജൂലൈ ബാച്ചിലായിരുന്നു ജോയിൻ ചെയ്ത്. ക്ലാസ് തുടങ്ങിയപ്പോൾ തൊട്ട് ഏതാണ്ട് ഒരു 8 തൊട്ട് 9 മാസം കണ്ടിന്യൂസ് ട്രെയിനിങ്ങിന് ജോയിൻ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഫീഡ്ബാക്ക് ബേസ്ഡ് ക്ലാസ്സസിനെ പറ്റിയിട്ട് എന്താണ് അഭിപ്രായം? അപ്പം നമ്മൾ ഓൺലൈൻ ക്ലാസ്സസ് നൈറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ആ ക്ലാസ്സിനെ കുറിച്ചിട്ട് എന്താണ് നമ്മുടെ അഭിപ്രായം എന്ന് നമുക്ക് പോൾ ചെയ്തിട്ട് അറിയിക്കാവുന്നതാണ്. അതും ഇത്തിരി നല്ലത് തന്നെയായിരുന്നു. കാരണം നമ്മൾ പോൾ ചെയ്യുമ്പോൾ ആ ക്ലാസ്സിൽ എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ അവർക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു ഇതും കൂടി ആയിരുന്നു. അപ്പോൾ നല്ലതായിരുന്നു. സ്റ്റുഡൻസിനെ ഫീഡ്ബാക്ക് അറിയിക്കാൻ പറ്റിയത് നല്ലൊരു ഇതായിട്ടാണ് കാണുന്നത്. പിന്നെ നമ്മൾ നടത്തിയിരുന്ന എക്സാംസ് എങ്ങനെയെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടോ? ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. കാരണം നമ്മളിപ്പോ എല്ലാ ദിവസവും ഓരോരോ പോർഷൻസ് ആയിരിക്കും പഠിക്കുന്നുണ്ടാവുക. അപ്പൊ വീക്ക്ലി എക്സാംസ് ആയാലും അതെ, മന്ത്ലി എക്സാംസ് ആയാലും അതെ, ഞാൻ ജോയിൻ ചെയ്ത അന്ന് മുതലേ കണ്ടിന്യൂസ് വീക്ക്ലി എക്സാംസും മന്ത്ലി എക്സാംസും ഒരു മുടക്കില്ലാതെ നടത്തുന്നുണ്ടായിരുന്നു. നമുക്കൊരു റിവിഷൻ പോലെ എല്ലാ എക്സാമിനും ഒരുപാട് ക്വസ്റ്റ്യൻസും പുതിയതായിട്ട് കിട്ടി. അപ്പോൾ നല്ലതായിരുന്നു. ഓക്കെ, ഇന്റർവ്യൂവിനൊക്കെ പ്രിപ്പയർ ചെയ്തപ്പം നമ്മുടെ ക്ലാസ്സുകളും നമ്മൾ ക്വസ്റ്റ്യൻസ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഡെയിലി ഇടുന്ന ആ ക്വസ്റ്റ്യൻസ് യൂസ്ഫുൾ ആവാറുണ്ടായിരുന്നു. കൂടുതൽ ആ ഏരിയാസ് ഒന്നും കൂടി ഫോക്കസ് ചെയ്തിട്ട് പഠിക്കാൻ പറ്റി. അത് നമ്മൾ വിട്ടുപോണ ഏരിയാസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത് കുറച്ചും കൂടി ഫോക്കസ് ചെയ്യാൻ പറ്റി.
ഓക്കെ. റാങ്ക് ഫയലിനെ പറ്റിയിട്ട് റാങ്ക് ഫയൽ എങ്ങനെ ഉണ്ടായിരുന്നു? ഫയൽ ഇപ്പൊ നമ്മള് ഒരു പോർഷൻ പഠിക്കുകയാണെങ്കിൽ ആ പോർഷൻ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റാങ്ക് ഫയൽ ക്വസ്റ്റ്യൻസ് നോക്കണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുകയാണല്ലോ. അപ്പൊ നല്ലതായിരുന്നു. അങ്ങനെ ക്വസ്റ്റ്യൻ ഓറിയന്റഡ് ആയിട്ട് പഠിക്കാൻ റാങ്ക് ഫയൽ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ട്. അഞ്ജുമയുടെ ഈ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ ജേണിയിൽ സെനിത്ത് അക്കാഡമിയുടെ ഒരു ടീം മെമ്പർ ആയി നിന്നുകൊണ്ട് അഞ്ജുമയെ സഹായിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ഒരുപാട് സന്തോഷം പ്രകടിപ്പിക്കുന്നു. അപ്പോൾ ഇനിയുള്ള ഫ്യൂച്ചർ ജേണിയിലേക്ക് അഞ്ജുമയ്ക്ക് ഒരുപാട് ആശംസകൾ നേരിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.